ബംഗാളിൽ കോൺഗ്രസുമായി നീക്കുപോക്കിന് സിപിഎം കേന്ദ്ര കമ്മിറ്റിയുടെ അനുമതി. സിപിഎമ്മിന്റെ 2 സിറ്റിംഗ് സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തില്ല. റായ്ഗഞ്ചിലും മുർഷിദാബാദിലുമാണ് സ്ഥാനാർത്ഥികളെ നിർത്താതെ കോൺഗ്രസ് നീക്കുപോക്ക് ഉണ്ടാക്കുക. നീക്കുപോക്കിന് തയ്യാറെന്ന് കോൺഗ്രസ് സിപിഎമ്മിനെ അറിയിച്ചതായാണ് സൂചന. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണൻ ചേർന്നു. ഉണ്ണി, തെരഞ്ഞെടുപ്പ് സഖ്യമല്ല, മറിച്ച് തെരഞ്ഞെടുപ്പ് ധാരണ. കുറച്ച് സീറ്റുകളിൽ ഏത് രീതിയിലുള്ള ധാരണയാണ് ബംഗാളിൽ സിപിഎമ്മും കോൺഗ്രസുമായി ഇപ്പോൾ തീരുമാനത്തിലായിരിക്കുന്നതും? ഏതെല്ലാം സീറ്റുകൾ? ബംഗാളിൽ സിപിഎമ്മും കോൺഗ്രസും തിരഞ്ഞെടുപ്പിനായി നീക്കുപോക്കാണ് ഉണ്ടാക്കുന്നത്. ധാരണയോ സഖ്യമോ അല്ല എന്നാണ് നേതാക്കൾ അതിനെ വിശദീകരിക്കുന്നത്. നീക്കുപോക്ക് ഉണ്ടാക്കുന്നതിൽ തന്നെ വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും സീറ്റ് വിഭജനത്തിന്റെ കീറാമുട്ടിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നത് സംബന്ധിച്ചുള്ള അവ്യക്തതകൾ നിലനിൽക്കുകയാണ്. സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി നീക്കുപോക്കിന് അനുമതി നൽകിയിരിക്കുന്നത്. ഏതാണ്ട് 7 സീറ്റുകളിലാണ് നീക്കുപോക്ക് ഉണ്ടാവുക. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളിൽ സിപിഎമ്മും മറ്റു 8 പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിർത്താതിരിക്കുക. ഒപ്പം സിപിഎമ്മിന്റെ 2 സിറ്റിംഗ് സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്താതിരിക്കുക. ഇതാണ് ഈ നീക്കുപോക്കിന്റെ അടിസ്ഥാനം. നിലവിൽ റായ്ഗഞ്ചും മുർഷിദാബാദുമാണ് സിപിഎമ്മിന്റെ 2 സിറ്റിംഗ് സീറ്റുകൾ. റായ്ഗഞ്ച് സിപിഎമ്മിന്റെ PB അംഗം മുഹമ്മദ് സലീം മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ്. ഇവിടെ പ്രിയരഞ്ജന മുൻഷിയുടെ ഭാര്യ മത്സരിക്കാനുള്ള സാധ്യത വളരെ അധികമായിരുന്നു. കോൺഗ്രസ് രീതിയിൽ സീറ്റ് വിട്ടു നൽകാൻ തയ്യാറായിരുന്നുമില്ല. എന്നാൽ ഏറ്റവും ഒടുവിൽ സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും അടക്കം നടത്തിയ ചർച്ചയുടെ തുടർന്നാണ് ഇന്നൊരു ധാരണയിലേക്ക് എത്താനുള്ള തീരുമാനമായിരിക്കുന്നത്. കോൺഗ്രസ് മത്സരിച്ച് വിജയിച്ച 4 സീറ്റുകളിൽ സിപിഎമ്മോ ഫോർവേഡ് ബ്ലോക്കോ RSPയോ CPIയോ അടക്കമുള്ള പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിർത്തില്ല. ഈ രീതിയിലുള്ള ഒരു ധാരണയ്ക്കാണ് തീരുമാനമായിരിക്കുന്നത്. അടുത്ത ദിവസം ബംഗാളിൽ ചേരുന്ന സിപിഎമ്മിന്റെ നേതൃയോഗങ്ങളിൽ ഇത് സംബന്ധിച്ച് കൃത്യമായ സീറ്റുകളും മറ്റു ധാരണകളൊക്കെ ചർച്ച ചെയ്ത് അതിൽ അന്തിമ തീരുമാനമാകാൻ സാധ്യതയുണ്ട്.